പദമാണ് ബത്ത്, സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് എന്നർത്ഥം വരുന്നത്. ഇവിടുത്തെ പ്രാദേശിക മലയ ജനങ്ങൾ കല്ലുകളും മലകളും കാണിച്ച് ഇതിനെ ബത്തു എന്ന് പേര് വിളിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ ബത്ത് കേവ് എന്ന് മാപ്പിലും രേഖപ്പെടുത്തി. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് ടെമ്പിളിന്റെ പേരാണെന്ന്. എന്നാൽ ടെമ്പിൾ വരുന്നതിന് മുന്നേ ഈ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ബത്ത് കേവ് ആക്ച്വലി ഒറ്റ ഗുഹയല്ല. അത് വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി ഇത് പല ഗുഹകളുടെ സമുച്ചയമാണ്. പ്രധാനമായിട്ടുള്ളത് ടെമ്പിൾ കേവ്, അതാണ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഡാർക്ക് കേവ്, അത് ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ആർട്ട് ഗാലറി കേവ്, അതിൽ കൂടാതെ ഒരുപാട് ആഴത്തിലുള്ള പലതരത്തിലുള്ള ഗുഹകൾ വേറെയുമുണ്ട്. ക്ഷേത്രം എപ്പോൾ എങ്ങനെയുണ്ടായി? 1890കളിൽ തമിഴ് വ്യാപാരിയും സമൂഹ നേതാവുമായ കെ തമ്പുസ്വാമി പിള്ള ഈ ഗുഹ സന്ദർശിക്കുന്നു. അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. പ്രധാന ഗുഹയുടെ ആകൃതി മുരുകന്റെ വേലിന്റെ രൂപം പോലെ തോന്നി. ഇത് യാദൃശ്ചികമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ 1891 ബത്ത് കേവിൽ മുരുകൻ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. അന്ന് ഇത് ലോക പ്രശസ്തമാകുമെന്ന് ആരും കരുതിയില്ല.